കപ്പയും ഇറച്ചിയൊക്കെ ആയിട്ട് ചേട്ടന്മാരൊക്കെ കാലത്തെ കൂടിയേക്കണേ. ആരായിരിക്കും ജയിക്കണേ? 100% ഗ്യാരണ്ടി തരാം. കാരിച്ചാലല്ല, മേൽപ്പാടവും പള്ളാതുരുത്തി. സേതു കപ്പയും ഇറച്ചിയൊക്കെ ഒരുമിച്ചിരുന്ന് കഴിക്കും. പക്ഷേ ഈ മത്സരത്തിൽ അങ്ങനെയൊന്നുമില്ല. മത്സരത്തിൽ ഓരോരുത്തർക്കും ഓരോ ടീമുകളുണ്ട്. എന്തായാലും കാരിച്ചാല് പറയുന്നു, മേൽപ്പാടം പറയുന്നു ബോട്ട് ക്ലബ്ബ്. ഈ കപ്പയും ഇറച്ചിയൊക്കെ ഒരുമിച്ച് കഴിക്കുമായിരിക്കും. പക്ഷെ എന്തായാലും നമുക്ക് കാണാം. ചേച്ചിയൊക്കെ നേരത്തെ മുതൽ വന്നേക്കണേ. എങ്ങനെയുണ്ട്? ആരായിരിക്കും ജയിക്കാൻ പോണത്? വയനാട്ടിൽ നിന്നാ? എപ്പോഴെത്തി? ഇന്നലെ വന്നില്ലേ ഈ മത്സരം കാണാൻ വേണ്ടി? ആദ്യമായിട്ടാണോ വരുന്നത്? അതെ. മോള് വയനാട്ടിൽ നിന്ന് വന്നേക്കണേ. ഇത് പറഞ്ഞു, മോള് പറഞ്ഞു കൊണ്ടുവന്നാണോ? മോള് പറഞ്ഞ് ഇറങ്ങിയതാണോ? സത്യം പറയും സാർ, ഇവിടെയാണോ വർക്ക് ചെയ്യുന്നത്? അത് തന്നെയാണ്. എന്തായാലും പല പല ഇടങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ എങ്ങനെയുണ്ട്? ആരായിരിക്കും ജയിക്കണത്? ഇത് നാണം വന്ന് ആരായിരിക്കും ജയിക്കണത്? ആരെങ്കിലൊക്കെ ജയിക്കട്ടെ. അങ്ങനെ ഒന്നും പ്രശ്നമൊന്നുമില്ല. ആര് ജയിച്ചാലും വള്ളംകളി ഞങ്ങൾക്ക് കാണണമെന്നുള്ളതാണ്. ഒപ്പം തന്നെ പല പല ഇടങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. ചേട്ടാ, ആരായിരിക്കും ജയിക്കാൻ പോകുന്നത്? നിരണം വേറെ നിരണം മാത്രമേ ഉള്ളൂ. പള്ളാതുരുത്തി. എങ്ങനെയുണ്ട്? കൂടുതൽ ആളുകളൊക്കെ ആയിട്ടല്ല. ആരായിരിക്കും ജയിക്കണത് ചേട്ടാ? ആരായിരിക്കും ജയിക്കണത്? സുഖമായിട്ട് നിരണം ട്രോഫി കൊണ്ടു. ആരായിരിക്കും ജയിക്കണേ? ഇതൊക്കെ ഒരു സംഘമാണല്ലേ, നിരണത്തിന്റെ സംഘം ഒന്ന് നിൽക്കണേ. നിരണം ജയിക്കുമെന്നാണ് പറയുന്നത്. ഇങ്ങനെ കാരിച്ചാലും പല പല ആളുകൾ പല പല ഭാഗങ്ങളിലുണ്ട്.